PSC പരീക്ഷാ ക്രമക്കേടിൽ പ്രതിഷേധം ശക്തമാക്കി യുവമോർച്ച. സംസ്ഥാനത്തെ കളക്ടറേറ്റുകൾ കേന്ദ്രീകരിച്ചാണ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നത്. ക്രമക്കേട് നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കാത്തതിന്റെ പശ്ചാത്തലത്തിലാണ് പ്രതിഷേധം കടുപ്പിക്കുന്നത്. PSC പരീക്ഷ ക്രമക്കേടുകളുടെ പശ്ചാത്തലത്തിൽ ഇന്നു മുതൽ 8 തീയതി വരെ ശക്തമായ പ്രതിഷേധത്തിനാണ് യുവമോർച്ച തയ്യാറെടുക്കുന്നത്. PSCയിൽ നിരന്തരം ഉണ്ടാകുന്ന ക്രമക്കേടുകളിൽ ശക്തമായ നടപടി ആവശ്യപ്പെട്ടാണ് യുവമോർച്ചയുടെ പ്രതിഷേധം. ഇന്നു മുതൽ മറ്റന്നാൾ വരെ കൊല്ലം മുതൽ കാസർഗോഡ് വരെയുള്ള കളക്ടറേറ്റുകളിലേക്കും 8 തീയതി തിരുവനന്തപുരം കളക്ടറേറ്റിലേക്കുമാണ് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. കേരളത്തിലെ കളക്ടറേറ്റുകളിലെല്ലാം യുവമോർച്ച മാർച്ച് നടത്തും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ പ്രഖ്യാപനത്തിൻ്റെ ഭാഗമായിട്ട് നാളെ മുതൽ കൊല്ലം മുതൽ അങ്ങ് കാസർഗോഡ് വരെയുള്ള എല്ലാ കളക്ടറേറ്റുകളിലും 5, 6, 7 അതോടൊപ്പം തിരുവനന്തപുരത്ത് 8 ഉൾപ്പെടെ 8 വരെയുള്ളത് തുടർച്ചയായ സമരങ്ങൾക്ക് യുവമോർച്ച നേതൃത്വം കൊടുക്കുകയാണ്. ആ സമരങ്ങളിൽ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം PSCയുടെ പൂർണ്ണമായ ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകളിൽ ഗവൺമെൻറ് മുന്നോട്ട് വരണമെന്നുള്ളതാണ്. ഇരു മുന്നണികളും ഒന്നാണ്, രണ്ടല്ല എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയാണ്. അതോടൊപ്പം സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ നിരാഹാരം കിടക്കുന്ന, പട്ടിണി കിടക്കുന്ന, നിലത്ത് കിടക്കുന്ന, മഴ നനഞ്ഞു കിടക്കുന്ന സാധാരണക്കാരായിട്ടുള്ള യുവാക്കളുടെ പ്രതീക്ഷകളെ അവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഇടപെടലുകൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം. അവരെ കാണാൻ തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുകൂടിയാണ് ഈ സമരം നടത്തുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സത്യാഗ്രഹം ഇരിക്കുന്ന LPST ഉദ്യോഗാർത്ഥികൾക്ക് നീതി ഉറപ്പാക്കണമെന്നും യുവമോർച്ച ആവശ്യപ്പെടുന്നു. കേരളത്തിലെ യുവാക്കൾ നേരിടുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി മെമ്മോറാണ്ടം തയ്യാറാക്കി മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കാനും യുവമോർച്ച തയ്യാറെടുക്കുകയാണ്. PSC ക്രമക്കേടുകളിൽ അടിയന്തര നടപടി സ്വീകരിക്കുന്നതുവരെ പ്രതിഷേധം തുടരുമെന്നും യുവമോർച്ച അറിയിച്ചു. മുഴുവൻ കുറ്റക്കാരെയും കണ്ടെത്തി തക്ക ശിക്ഷ ഉറപ്പാക്കണമെന്നും യുവമോർച്ച ആവശ്യപ്പെടുന്നു. അല്ലാത്തപക്ഷം കടുത്ത സമരത്തിലേക്ക് കടക്കുമെന്നും യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ അറിയിച്ചു. ജനം, തിരുവനന്തപുരം.